നമസ്കാരം, ഞാൻ രാജശേഖരൻ, വാസ്തു കൺസൾട്ടൻറ്റ്. നല്ല ഭൂമിയെക്കുറിച്ച് കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഞാനൊരു അനുഭവം പറയാം. കാസർഗോഡ് ജില്ലയിലെ ഒരു വീട് നോക്കാൻ വേണ്ടി എന്നെ വിളിച്ചു. ആ വിളി കേട്ടപ്പോൾ എനിക്ക് ചെറിയൊരു സംശയം തോന്നി. എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു ജ്യോതിഷൻ അറിയുന്ന ഒരാളെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെയൊരു കേസ് ഉണ്ടെന്ന് പരിശോധിക്കണം. ആ വിളിയിലെ ആ ഒരു സംസാരത്തിലുണ്ടായ ഒരു സംശയം കൊണ്ടാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം രാശി വെച്ചിട്ട് എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, അവിടുത്തെ ഗൃഹനാഥൻ 6 മാസത്തിന് ഗ്യാപ്പിനുള്ളിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ആ വീടിൻ്റെ മുമ്പിൽ ഒരു ആനയെ കുഴിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ 3 അവിടുത്തെ ആദിവാസികളെ കുഴിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ ആ വീടിന് മേലെ മരം ഒടിഞ്ഞു വീണിട്ടുണ്ട്, തീ പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ശ്മശാന ഭൂമിയാണ്. ഈ അറിവായിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അവിടെ ചെന്ന് നോക്കുമ്പം വാസ്തുവിദ്യ പ്രകാരം ഏറ്റവും ഉത്തമ ഭൂമിയാണ്. ഉദ്ദേശം വടക്ക് കിഴക്ക് ചാഞ്ഞ ഭൂമി, പ്രദക്ഷിണമായി വെള്ളം ഒഴുകുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ വാസ്തു നിയമപ്രകാരം നല്ല ഭൂമിയാണ്. പക്ഷേ ഫലവിധം ഞാൻ ഇക്കാര്യം പറഞ്ഞു. നമ്മുടെ സുഹൃത്ത് പറഞ്ഞ കാര്യം അവരോട് ചോദിച്ചപ്പോൾ ഇതൊക്കെ ശരിയാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു 6 മാസത്തിനുള്ളിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ വീടിന് മുമ്പിൽ അവിടെ അടുത്ത് ഒരു തെയ്യക്കളമുണ്ട്. അവിടെ ദക്ഷിണ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ആന ആ ഭാഗത്തേക്ക് പോകാൻ പാടില്ല. ഇതറിയാത്തൊരാൾ അവിടെ തടിപ്പണിക്കായിട്ട് ആനയെ കൊണ്ടുവന്ന് ആന ഇവരെ വീടിന് മുമ്പിൽ കൊണ്ട് കെട്ടിവെച്ചിട്ട് പോയി. ആ ആന അവിടെ കുഴഞ്ഞു വീണ് മരിച്ചു. അതുപോലെ 3 ആദിവാസികളെ മുമ്പിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. വീടിന് മേലെ മരം വീണിട്ടുണ്ട്. ഇതൊക്കെ സംഭവിച്ചുകൊണ്ട് ആ ഭൂമി കണ്ട നമ്മുടെ അറിവ് പ്രകാരം ഉത്തമമാണെങ്കിലും അതിൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ കിട്ടിയ കാര്യം ഇതാണ്. അപ്പം ഞാൻ അവരുടെ അടുത്ത് വേറെ നല്ല ഭൂമി നോക്കി വീട് മാറി വെക്കാൻ പറയരുത്, തൽക്കാലം ചുറ്റുകളൊക്കെ ഒന്ന് ശരിയാക്കി കൊടുത്തിട്ട് പോരുവയത്. ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മളൊരു ഭൂമി വാങ്ങാൻ തീരുമാനിക്കുകയാണെന്നൊരിക്കൽ ആ ഭൂമിയുടെ ഹിസ്റ്ററി നമുക്കറിയത്തില്ല. അവിടെ ആരൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, അതുപോലെ എന്തെല്ലാം ദുരന്തം സംഭവിച്ചിട്ടുണ്ട്, എന്തെല്ലാം നമുക്ക് ജീവിക്കാൻ വയ്യാത്ത എന്തെല്ലാം ചൈതന്യങ്ങളുണ്ട് നമുക്കറിയത്തില്ല. അപ്പം നല്ലൊരു ജ്യോത്സ്യരെ കണ്ട്, ജ്യോതിഷ പണ്ഡിതനെ കണ്ട് ആ ഭൂമിയുടെ ഗുണദോഷങ്ങൾ അറിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ആ ഭൂമി വാങ്ങാവുള്ളൂ. ഇതെൻ്റെ ഒരു അനുഭവമാണ്. അതുകൊണ്ട് ഇത് എല്ലാവരും, ഇത് കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കും. വാസ്തുവിദ്യയിൽ വിശ്വസിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുന്ന ഞാൻ കരുതുന്നത്. കാരണം ഇതൊരു സത്യസന്ധമായ കാര്യമാണ്. എനിക്കറിയില്ലായിരുന്നു അവിടെ അങ്ങനെയൊക്കെ സംഭവിച്ചെന്നുള്ള കാര്യം. എനിക്ക് ആ സംശയം വന്നുകൊണ്ട് ഞാൻ എൻ്റെ ഈ ജ്യോതിഷം അറിയുന്ന സുഹൃത്തിനോട് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യമാണ്. അതുകൊണ്ട് നമ്മളൊരു വീട് വെക്കുന്ന ഭൂമി വാങ്ങാൻ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ജ്യോതിഷി പണ്ഡിതനെ കൊണ്ട് ആ ഭൂമിയുടെ ഗുണദോഷങ്ങൾ പരിശോധിച്ച് മാത്രമേ വീട് വാങ്ങാവുള്ളൂ. പുതിയൊരു അറിവായി വരും ദിവസം കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.